ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മൂന്നാറിലാണ്. ഞങ്ങളിവിടെ ഇവിടുത്തെ ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വഴിയൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ്, തമിഴിലാകുമ്പോൾ ലക്ഷ്മി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ആ എസ്റ്റേറ്റ് വഴിയാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ കൊറോണ ടൈമാണ്, വളരെ ശ്രദ്ധിച്ച് വേണം ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ട്രെസ്ഫുൾ ഇതിൽ വർക്ക് ലൈഫും ഈ കൊറോണ റെസ്ട്രിക്ഷൻസും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. വലിയ കറക്കമൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. റിസോർട്ടിൽ തന്നെയാണ് താമസിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറെ എവിടെയും പോവാണ്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ബാക്കി ഫുഡ് മുഴുവൻ അവിടെ നിന്ന് തന്നെയാണ്. വേറെ ഒരുപാട് കറക്കമൊന്നും ഇല്ലാണ്ട് ഫുൾ ടൈം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം. നല്ല വ്യൂ ഒക്കെയാണ്, അടിപൊളി സ്ഥലമാണെന്ന് കേട്ടിട്ടുള്ളത്. നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വരുന്ന വഴിയൊക്കെ അടിപൊളിയാണ്, സീനറി അടിപൊളിയാണ്, വഴിയൊട്ടും അടിപൊളിയല്ല. തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 3:30 ആണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം 4 മണിക്കൂറോളം എടുക്കും ഇങ്ങോട്ട്. ഞങ്ങളൊരു 11 മണിക്കൊക്കെ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരെ വിളിക്കാം, ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോയിട്ട് കാണാം. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ, അതായത് അടിമാലി ഭാഗത്തുനിന്ന് പോകുമ്പോൾ KSRTC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, ഈ അലിബാബ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ട്. അത് ഏകദേശം 9 കിലോമീറ്ററോളം പോകണം. അത്യാവശ്യം കുണ്ടും കുഴിക്കുള്ള വഴിയാണ്, പക്ഷെ പോകുന്ന റൂട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇടയിലൊക്കെ ചില സ്ഥലത്ത് 1-2 സ്ഥലത്ത് റോഡ് കുറച്ച് മിസ്സിങ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം 9 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്. പിക്കപ്പ് പോയിന്റ് കുറേ റിസോർട്ടുകളുടെ പിക്കപ്പ് പോയിന്റാണത്. എലിക്സർ, പിന്നെ ഫോറസ്റ്റ് കൗണ്ടി, അങ്ങനെ 4 എണ്ണത്തിൻ്റെ. അപ്പം നമുക്ക് അവിടെ കാറ് പാർക്ക് ചെയ്യാം. ബൈക്കാണെങ്കിലും ബൈക്ക് അവിടെ തന്നെ വെക്കുന്നതാണ് നല്ലത്, ബുള്ളറ്റൊക്കെ ആണെങ്കിലും. കാരണം കുറച്ച് പാടുള്ളൊരു വഴിയാണ് ഓടിച്ചു പോകാൻ, നല്ല ഉരുളൻ കള്ളികളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ജീപ്പിൽ തന്നെ പോകുന്നതാണ് നല്ലത്. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിൽ അവർ ജീപ്പിൽ ഇവിടെ കൊണ്ടാക്കി തരും. പിന്നെ കുട്ടികൾക്കൊന്നും വരാനൊന്നും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പോകുമ്പോൾ വിചാരിച്ചു കുഞ്ഞു വാവുകളെയൊക്കെ കൊണ്ട് എങ്ങനെ വരികയെന്ന്. പക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഫാമിലി ഏകദേശം ഒരു 5-6 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞു വാവുകൾ കൊണ്ടുവന്നിരുന്നു. ഏജ്ഡ് ആയിട്ടുള്ള ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ കെയർ ചെയ്താൽ മതി. നല്ലൊരു ഓഫ് റോഡാണ് ശരിക്കും. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് ജീപ്പിൽ അവർ വന്ന് കൊണ്ടുപോകും. അതൊരു നല്ല റൈഡായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ ഫോറസ്റ്റ് കൗണ്ടി റിസോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല ഒരുപാട് പീക്കിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. താഴെ ശരിക്കും നല്ല സീനറിയാണ് ഈ കാണുന്നതൊക്കെ, പക്ഷെ ഫുൾ കോടയാണ്. ചുറ്റും കോട ആയതുകൊണ്ടൊന്നും കാണുന്നില്ല. നാളെ ഉച്ചയാകുമ്പോൾ കോട ഇറങ്ങുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല പ്ലേസാണ്, നല്ല റൂമാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിക്കാൻ പോകുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് പറയും. ഇവിടേക്ക് വരുന്ന വഴി ഓഫ് റോഡിൻ്റെ അറ്റമാണ്. ഒരു ജീപ്പിലാണ് ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഒരു 2.5 കിലോമീറ്ററോളം ജീപ്പിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ ചുമ്മാ കറങ്ങാം, വേറെ അങ്ങോട്ടും പോകാൻ പ്ലാനില്ല. ബി സേഫ്, കൊറോണ.
സ്റ്റേ ആണ്. നാളെ ഉച്ചയ്ക്ക് തിരിച്ചു പോകും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ട്രക്കിങ്ങിനുള്ളൊരു ഓപ്ഷൻ കുറവാണ്. കാരണം നമുക്ക് ഭയങ്കര അട്ട ഭയങ്കര കൂടുതലാണ്. പിന്നെ ട്രക്കിംഗ് തുടങ്ങിയിട്ടില്ല ഇവിടെ. മീൻസ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് അവർ ട്രക്കിങ്ങിന് പോവാം. ഞങ്ങളിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ നൈറ്റ് അടിപൊളിയായിരുന്നു. ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. പിന്നെ ഡിന്നർ ഇതിൻ്റെ ചുറ്റും എല്ലാവരും ഞങ്ങൾക്കറിയാത്ത ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറച്ച് പേരൊക്കെ ആയിട്ട് അടിപൊളി DJ നൈറ്റും ഇതൊക്കെ ആയിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തത് എല്ലാവരും ആ DJയുടെ ഒരു മൂഡിലായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്താലും കിട്ടുമായിരുന്നില്ല, നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക വൈബായിരുന്നു എല്ലാം കൂടെ. ഇവിടുത്തെ എംപ്ലോയീസൊക്കെ, ഇവിടുത്തെ ഓണറും അങ്ങനെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ആ സമയത്ത് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം, ഇല്ലെങ്കിൽ കസിൻസായിട്ട് ശരിക്കും ഒരുപാട് നല്ല സ്ഥലമാണ്. കാലത്ത് എണീറ്റാനുള്ള ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഇടാം. അപ്പോൾ 2 ദിവസവും കാലത്ത് ഈ മലനിരകൾ മുഴുവൻ ക്ലൗഡ്സ് ആയിരിക്കും. ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഞങ്ങൾ വന്നത് October 2 ഫുൾ മൂൺ ആയിരുന്നു. ഫുൾ മൂൺ നല്ല രസമാണ് ആ സമയത്ത് കാണാനായിട്ട്. കോട ഇറങ്ങിയിട്ടില്ല. കോട ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവും അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം തണുപ്പ് ഇത്തിരി കുറവുണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു. ജാക്കറ്റും സോക്സൊക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അത്രയും തണുപ്പ്. വെള്ളമൊന്നും തീരെ കുടിക്കലില്ല. ഫുഡ് അടിപൊളിയാണ് ഇവിടുത്തെ. പിന്നെ മൊത്തത്തിൽ ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പോൾ അവർ ചോദിച്ചു പുറത്ത് കൊണ്ടുപോകണം. ഇവർ തന്നെ ജീപ്പിൽ നമ്മുടെ കാറിൻ്റെ അടുത്താക്കും. മൂന്നാറൊന്ന് കറങ്ങണോ? ഒന്നും വേണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാം. ഇവര് ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ഒന്ന് പോയി നോക്കിയിരുന്നു. കുറച്ച് ദൂരം പോയ ഒരു ഡയറക്ഷൻ. വഴി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് അട്ടയുണ്ടായിരുന്നു. ഷൂസും സോക്സും ഒക്കെ ഇട്ടിട്ടാണ് പോയെ. ട്രക്കിംഗ് ഷൂ ആയിരുന്നു, പക്ഷെ അട്ടയുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ അട്ടനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം കാണാൻ പറ്റും. ഒരു 5-6 അട്ട എൻ്റെ ചെരുപ്പിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതിലൊരെണ്ണാണിത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. അപ്പം ഇതൊക്കെ അവിടുത്തെ സീനറീസ് ആണ്. ലൈക്ക് കോട എങ്ങനെ പെട്ടെന്ന് പോവും. ക്ലൗഡ്സിന്റെ മൂവ്മെന്റ്. നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ കുറെ നാളുകളായിട്ട് ആൾക്കാരൊന്നും വരാതിരിക്കുന്നുണ്ട്. ആ പൊല്യൂഷൻ കുറഞ്ഞതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കാം. ആ കോട വരുന്നതും പോകുന്നതും വിത്തിൻ സെക്കൻഡ്സ് ആണ്. കാലത്തും വൈകുന്നേരം ആകുമ്പോഴും. ചിലപ്പോൾ മഞ്ഞിറങ്ങുന്നത്, മഴ, വെയിൽ, ഇത് മൂന്നും ഒരുമിച്ച് കാണാം. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു അത്. അപ്പൊ ഈ ഒക്ടോബർ ആ ഒരു മന്തിൽ പോകുമ്പോഴാണ് പറയുന്നത്, ഒരു ഭാഗത്ത് കോടമഞ്ഞ്, ഒരു ഭാഗത്ത് മഴ, ഒരു ഭാഗത്ത് വെയിൽ. നല്ല രസമാണ് ആ ഒരു വ്യൂ ഒക്കെ കാണാനായിട്ട്. അങ്ങനെ നല്ല രസമാണ് എല്ലാം കൊണ്ടും. അപ്പോൾ 2 ദിവസത്തെ സ്റ്റേയും കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഉച്ചയോട് കൂടി ചെക്കൗട്ട് ചെയ്തങ്ങ് പോന്നു. അപ്പോൾ ഇനിയും വരും, ഫാമിലിയുടെ ഒപ്പം ആയിരിക്കും അടുത്ത ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റൂംസിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 3 ടൈപ്പ് റൂമുള്ളത്. ഡിലക്സ്, എക്സിക്യൂട്ടീവ്, പിന്നൊരു കേരള വുഡ്സോണ്ടൊക്കെ ഉള്ള പോലത്തെ ഒരു റൂം, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കുറേ നല്ല പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ പിക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇണക്കമുള്ള പൂച്ചക്കുട്ടികളൊക്കെയാണ്. പട്ടിക്കുട്ടികൾ അത്ര ഇണക്കൊന്നുമില്ല, ഇപ്പം പ്രസവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പേർളിമാണിയൊക്കെ വന്ന് ഈ പട്ടിക്കുട്ടികളൊക്കെ അവരുടെ റൂമിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ, ഫ്രണ്ട്സായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ, അല്ല ഹണിമൂൺ കഴിഞ്ഞ് വന്ന് അങ്ങനെ ഒരു പ്രൈവറ്റ് സ്പേസ്, കുറച്ച് നല്ല മൊമെൻറ്റ്സ്, അതിന് പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും. നല്ല റൂംസ്, നല്ല ഫുഡാണ്. നമുക്ക് ഈവനിങ് സ്നാക്സ്, ബ്രെഡ് ഓംലേറ്റ്, അത്രയുള്ള ഒരു ഓപ്ഷൻ. പിന്നെ നൈറ്റ് ബാർബിക്യൂ, ചിക്കൻ, ദാല്, ചപ്പാത്തി, റൈസ്, പിന്നെ ഉച്ചയ്ക്കും ചിക്കൻ കറി, ഒരു വെജിറ്റബിൾ കറി, ഒരു ഉപ്പേരി, തോരൻ, അതൊക്കെയാണ്.
അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് അത് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ തിരിച്ചു പോരുമ്പോഴും ഞങ്ങൾ എങ്ങോട്ടും പോയിരുന്നില്ല. റിപ്പിളിൻ്റെ ഒരു ടീ ഷോപ്പ് ഉണ്ട് അവിടെ, മൂന്നാർ ഇടയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാം. അവിടെ പോയി ഒന്ന് ചായ കുടിക്കാം എന്ന് വിചാരിച്ച് അവിടം വരെ പോയതാണ്. പക്ഷേ അവിടുത്തെ ചായ കുടിക്കുന്ന ഏരിയ ക്ലോസ്ഡ് ആയിരുന്നു. കുഴപ്പമില്ല, ഞങ്ങൾ ചായപ്പൊടിയൊക്കെ വാങ്ങി തിരിച്ചിങ്ങ് പോന്നു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്നു. ലൈക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് പോവാം, പിന്നെ അവിടെ ചിലപ്പോൾ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം എന്ന് പുറത്തുനിന്ന് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് കയറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, മൂന്നാർ എത്തുന്നതിനേക്കാളും കുറച്ച് മുമ്പായിട്ട്. അടിപൊളി ലഞ്ചായിരുന്നു. ലൈക്ക് അങ്ങോട്ട് പോകുമ്പോൾ അയച്ചതാണ് ഞങ്ങൾ. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിരുന്നു ആ ലഞ്ച്. ഞാൻ കഞ്ഞിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ഹസ്ബൻഡ് ചോറ് ഓർഡർ ചെയ്തു. അതിൻ്റെ ഒപ്പമുള്ള മീൻ കറി, മീൻ വറുത്തത്, ചാളപ്പീര എല്ലാം അത്രയും ടേസ്റ്റി ആയിരുന്നു. ഞാൻ അടുത്ത കാലത്ത് കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ലഞ്ച് അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ച് വരുന്ന വഴിയും ഞങ്ങളത് നോക്കി തന്നെയാണ് ലഞ്ച് കഴിച്ചിട്ട് വന്നത്. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ കുട്ടപ്പായസ് എന്നാണ്. എറണാകുളത്ത് നിന്ന് പോകുന്ന വഴിയിൽ ഏകദേശം റൈറ്റ് സൈഡിലാണ് വരുന്നത്. പുളിശ്ശേരിയൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് പുളിശ്ശേരി ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചില്ല. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ലഞ്ച് കഴിക്കാൻ നോക്കുക. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ പറയുക, ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ദിവസം കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.